ഓഗസ്റ്റ് 14 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കോട്ടങ്ങൾ പരിഹരിക്കുക എന്ന തലക്കെട്ടോടു കൂടി ബിഗ് ബുക്കിലെ 8ാമത്തെ പടിയുടെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. അവിടെ വളരെ കൃത്യമായി പ്രവൃത്തി ആവശ്യമുള്ള ഒരു പടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എങ്ങനെയാണ് കിടക്കുന്നത്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്രതതുല്യമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ 6ലും 7ലൂടെയൊക്കെ നമ്മൾ പല ശ്രമങ്ങളും നടത്തിയിട്ടാണ് നമ്മൾ 8ലേക്കും 9ലേക്കൊക്കെ വരുന്നത്. അവിടെ നമ്മുടെ കയ്യിൽ ഓൾറെഡി 4ാമത്തെ പടിയിൽ ആരൊക്കെയാണ് നമുക്ക് നമ്മൾ ഉപദ്രവം ചെയ്തിട്ടുള്ളത്, ആരോടൊക്കെ പരിഹാരം ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ നമുക്ക് പരിഹാരം ചെയ്യാൻ നമ്മൾ സന്നദ്ധതയുണ്ടായിട്ടുണ്ട്. പ്രോഗ്രാമിലായി വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരു സന്നദ്ധത ഉണ്ടായിട്ടുണ്ട്. ഈ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മളെക്കുറിച്ചൊരു കണ്ടെത്തൽ നടത്തുന്ന 4ാമത്തെ പടിയിലാണ്. അതുവരെ മറ്റുള്ളവരായിരുന്നു കുഴപ്പങ്ങൾ, മറ്റുള്ളവരുടെ ആ കുഴപ്പമാണ് ഈ കുഴപ്പമാണ് എന്ന പറച്ചിലുകൾ. പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, എപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവർ കുഴപ്പമില്ല എന്നല്ല ഇത് പറയുന്നത്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മറ്റുള്ളവരിൽ തെറ്റുകാരും കുഴപ്പക്കാരും ഉണ്ട്, അത് കുഴപ്പങ്ങളുണ്ട്. അത് പക്ഷേ ആ പരിശോധന എൻ്റേതല്ല എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കത് കുഴപ്പമാണ്. അതിൻ്റെ പിന്നാലെ പോയി അവരുടെ ഇൻവെൻട്രി എടുത്ത് അവരെ ശരിയാക്കാൻ പോയ. അപ്പം ഞാൻ ഏറ്റവും എളുപ്പമുള്ള പണി എന്താ? അതാണ് 4ാമത്തെ പടിയിലെ 4ാം കോളത്തിലൂടെ ഞാൻ എൻ്റെ തെറ്റുകളെ കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളത്. അത് നടത്തിയപ്പോഴാണ് എനിക്ക് എന്ത് പറ്റിയത്? ഞാൻ എന്നെ ഉപദ്രവിച്ച ആൾക്കാരുടെ ലിസ്റ്റ് അങ്ങോട്ട് കളഞ്ഞു, ഞാൻ ഉപദ്രവിച്ച ആളുടെ ലിസ്റ്റ് എടുത്തു. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. മറ്റേത് ഉപാധികളില്ലാതെ തന്നെ അവിടെ വിട്ടിരിക്കുക. പക്ഷെ ഒരു ഉപാധിയുണ്ട്. അതിനിപ്പോൾ ഒരു ഉപാധിയല്ല, ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അതെന്താ? ഞാൻ അത്തരത്തിലേക്ക് വിടാൻ തയ്യാറാവുമ്പോൾ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുമെന്ന് 4ാമത്തെ പടിയിൽ പറഞ്ഞു. എന്നെ ഉപദ്രവിച്ച ആൾക്കാരെ വിടുക. കാരണം എന്താ? എനിക്ക് ഇന്നത്തെ ദിവസം മനോഹരമായി നിൽക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അതിനാണ് ഞാൻ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രയത്നവും അതിനാണ്. അപ്പോൾ അന്ന് നടത്തിയ ആ സ്വയം കണ്ടെത്തൽ 4ാമത്തെ പടിയിൽ 4ാം കോളത്തിലൂടെ നടത്തിയ കണ്ടെത്തൽ. അപ്പോഴാണ് ആ ലിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. എവിടെയാണ് ഞാൻ ഉപദ്രവിച്ച ആളുകൾ എന്നുള്ള ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ കൃത്യമായ ഒരു സ്വയം ബോധ്യപ്പെടലിന് വിധേയമാകാനായിട്ട് അവിടെ പറയാറുണ്ട്. വീണ്ടും ആ ലിസ്റ്റിനെ ആ സമയത്ത് അത്ര പരിശോധിക്കില്ല. 5ാമത്തെ പടിയിലൂടെയൊക്കെ പലപ്പോഴും കടന്നു വരുമെങ്കിലും 6ലും 7ലും ഒക്കെ നമ്മുടെ ഷോർട്ട് കമ്മിങ്സും നമ്മുടെ കുറവുകളും ഒക്കെ നമ്മൾ മാറ്റാനുള്ള ശ്രമം നടത്തി. ഇനി നമ്മൾ കുറെ കൂടിയൊക്കെ യാഥാർത്ഥ്യബോധമായി ഇത് പ്രവൃത്തിയിലേക്ക് കടന്നു വരേണ്ട സമയമാണ് ഇവിടെ. വീണ്ടും ഓരോന്നായിട്ട്. കാരണം നമ്മൾ പറയാറുണ്ട്, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ല ഈ പറയുന്ന നമ്മളുടെ സ്വഭാവ ദൂഷ്യങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും. അതിന് കുറേ പരിണാമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കുന്ന പോലെ എളുപ്പം കളയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പതുക്കെ വന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ. നമ്മൾ പോലും അറിയാതെ നമ്മളായി മാറിയ കാര്യങ്ങളാണ് അവിടെ. അത് നമ്മുടെ രീതികളാണ്. അവിടെയാണ് നമുക്ക് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുകയും നമുക്ക് നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ആ രീതിയാണ് ഇവിടെ കൊണ്ട് നമ്മൾ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് ആ സ്വയം ബോധ്യപ്പെടലിന് എവിടെയാണ് നമ്മൾ തെറ്റുകാരായെന്നുള്ള വിധേയമായിട്ടാണ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. വളരെ പ്രാധാന്യമുണ്ട് അവിടെ. ആ ഇറങ്ങി ചെല്ലുമ്പോൾ പോലും ഏതെങ്കിലും ഒരു വിധത്തിൽ അവരെ കുറിച്ചുള്ള നീരസമുണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. കുഴപ്പം നമുക്കാണ് ഉണ്ടാവുക എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സഹജീവികളുടെ ഇടയിൽ പോകുന്നതിന് മുന്നേ തന്നെ കഠിനമായ സ്വയം ബോധ്യപ്പെടലിന് നമ്മൾ വിധേയമാകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി കഴിഞ്ഞ നമ്മുടെ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള നാശനഷ്ടങ്ങൾ, ആ കുഴപ്പങ്ങളെ നമ്മൾ നീക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അവിടെ പറയാണ്, എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണം എന്ന സ്വാർത്ഥമോഹത്താൽ നയിക്കപ്പെട്ട ആളാണ് മദ്യാസക്തൻ. അപ്പോൾ നമ്മളെക്കുറിച്ച് ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? നമ്മളെല്ലാം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ഒരു വര ഇട്ടാൽ ആ വരയിലൂടെ പോകണം. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡീവിയേഷൻ നമുക്ക് സാധ്യമല്ല ഉൾക്കൊള്ളാൻ. അത് നമുക്ക് ബോധ്യം ഉണ്ടാവും. ഈ ഭാഗത്ത് എല്ലാം സ്വാർത്ഥപരമായ മോഹം. നമുക്ക് നമ്മളെ പ്രതിയാണ് എല്ലാ കാര്യവും. നമുക്ക് അതിനൊക്കെ ന്യായങ്ങൾ ഉണ്ടാവും. അവിടെ ആ സ്വാർത്ഥതയെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ സ്വാർത്ഥത, നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്ന നിസ്വാർത്ഥതയാണ് നമുക്ക് നമ്മളെ പരിഗണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പ്രോഗ്രാമും നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മൾ കരുതിയിരുന്നതല്ല
യഥാർത്ഥ സ്വാർത്ഥത എന്നും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരുന്ന സ്വാർത്ഥത നമുക്ക് നാശമാണ് ഉണ്ടാവുക എന്നാണ്. നിസ്വാർത്ഥതയാണ് നമുക്ക് പ്രയോജനപ്പെടുക. നമ്മൾ വിചാരിക്കുന്ന സ്വാർത്ഥത കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും വ്യക്തി എന്ന നിലയ്ക്കാണ്. പക്ഷെ പ്രോഗ്രാമിൽ എത്തുമ്പോഴാണ് നമ്മൾ അറിയാം നിസ്വാർത്ഥതയാണ് നമുക്ക് പ്രയോജനം. അപ്പൊ അതിനെന്താണ് നമ്മുടെ ഈ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക എന്ന സ്വാർത്ഥതയാണ് കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. ആ അവശിഷ്ടങ്ങളാണ് ഇവിടുത്തെ 8ാമത്തെ പടിയിലൂടെ നമ്മൾ കളയാനുള്ള ശ്രമം നടത്തുന്നത്. നമ്മൾ ദ്രോഹിച്ചിരുന്ന ആളുകളെ കുറിച്ച് പരിശോധന നടത്തുമ്പോൾ വീണ്ടും അത്തരം കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുക എന്ന പ്രധാനമായ ഒരു കാര്യം കടന്നു വരുന്നുണ്ട്. നമ്മുടെ സ്വഭാവ രീതിയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളെ ദ്രോഹിക്കാനുള്ള അവസരം നമ്മൾ വേറെ ആൾക്ക് കൊടുക്കില്ല. അതൊരു പ്രധാന കാര്യമാണ്. നമ്മളും ദ്രോഹിക്കത്തില്ല, നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ ഒരാൾക്ക് അവസരം കൊടുക്കില്ല. അതിന് പകരം നമ്മൾ ദ്രോഹിച്ചു എന്ന കണ്ടെത്തലാണ് നമുക്കത് ഉണ്ടാക്കി തരുന്നത്. ആ കണ്ടെത്തലിന്റെ പ്രധാന ഭാഗമാണ് ആ അവശിഷ്ടങ്ങളെ എടുത്തു മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ നമ്മളോട് പറയാണ് അതില്ലെങ്കിൽ അത് ചെയ്യുന്നവരെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഉണ്ടായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രധാനമാണ്. 8ാമത്തെ പടിയൊക്കെ നമ്മളത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള ആൾക്കാരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിസാരമായ ഈഗോ ക്ലാഷുകൾ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി. അതിൽ വളരെ നിസാരമായിട്ട് ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്ന ആളുകൾ വളരെ നിസാരമായ പ്രശ്നത്തിൽ ഇന്നലെ വരെ ആരെക്കുറിച്ചാണോ പൊക്കിയടിച്ചിരുന്നത്, ആരെക്കുറിച്ചാണോ തലയിലേറ്റി നടന്നത്, ഉടനെ എതിർത്തു. ഉടനെ ഉപജാപക സംഘങ്ങളായി മറ്റവരൊപ്പം ചേർന്ന് നമ്മൾ നടത്തും. അത് നമ്മുടെ സ്വഭാവ രീതിയാണ്. അത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ പ്രോഗ്രാമിലായിരിക്കണം. അപ്പൊ എന്താണ് അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് വ്യക്തികളെ ആ വ്യക്തികളുടെ തലത്തിൽ കാണുകയും ആ ആശയങ്ങളെ മാത്രം നമ്മൾ എതിർക്കുകയും നമുക്ക് തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ വേറെ വേറെ പരിപാടികൾ സംഘടിപ്പിച്ച് പോരാട്ടം തുടരില്ല. അത് വളരെ പ്രധാനമാണ്. 8ാമത്തെ പടി ചെയ്യാൻ നമ്മൾ സന്നദ്ധത ആയിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ 8ാമത്തെ പടി എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. 8ാമത്തെ പടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന ലിറ്ററേച്ചർ പറഞ്ഞ രീതിയിൽ എൻ്റെ സ്വഭാവത്തെ മാറ്റുക. ശരിക്കും ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് 8ാമത്തെ പടിയിൽ നടക്കുക. 8ാമത്തെ പടിയല്ല, 4ാമത്തെ പടി തൊട്ട് നടക്കുന്നതൊക്കെ അതാണ്. അപ്പൊ ആ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാക്കിയാലാണ് ഇന്നിലിത് ഉണ്ടാവുക. ഏത് കാര്യം പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന കാര്യം, എൻ്റെ ഓഫീസിൽ ഉണ്ടാവുന്ന ഇത്തരം ഒരു പ്രശ്നം, ഏതെങ്കിലും ആളുകളോടുള്ള ദേഷ്യം, ആ മാനേജറോട് വീണ്ടും അത് വെച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ജോലിക്ക് പ്രശ്നമാവും. നേരെ മറിച്ച് എന്താണ്, ആ ദേഷ്യം എൻ്റെ വൈകാരികത കാണിക്കാതെ ആ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ട് സൂത്രത്തിൽ എനിക്ക് അവിടുന്ന് ഊരിപ്പോരാൻ പറ്റും. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ വിഷയം, ആ വ്യക്തി എന്നെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അയാൾ ഇന്ന കാര്യം കൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ തെറ്റുണ്ട്, അതുകൊണ്ടാണ് എന്നെ ചീത്ത പറഞ്ഞതെന്ന് കണ്ടിട്ട് അയാളുമായിട്ട് പ്രവർത്തിക്കാനും എനിക്കത് കൂടുതൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ കമ്പനി മാറി പോകാനും പറ്റും. വേറെ കമ്പനി മാറി പോകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താ, ഞാൻ 8ാമത്തെ പടിയിലായിരിക്കും. ഇപ്പോൾ 8ാമത്തെ പടിയെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും. അപ്പോഴേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, നമുക്കത് മാറില്ല. കുറ്റം പറയാൻ തുടങ്ങി, തെറ്റ് കണ്ടെത്താൻ തുടങ്ങി, നമുക്ക് അതാണല്ലോ ഏറ്റവും എളുപ്പം. നിരവധി പറയാം, ഒന്ന് തെറ്റിയാൽ ചെറിയ വിഷയം മതി. നമുക്ക് ഒരാളെ കുറ്റം പറയാനും അയാളുടെ കുറവുകൾ പറയാനും നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര ആളുടെ കുറവ് പറയുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ എത്ര പരിശോധന നടത്തും. നമ്മുടെ ഭാര്യയുടെ, മക്കളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, അംഗങ്ങളുടെ ഒന്ന് ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അവിടെയാണ് പറയുന്നത് ഈ ഒരു കാര്യം, അവശിഷ്ടങ്ങളെ എടുത്തു മാറ്റാനുള്ള പ്രക്രിയ ഞാൻ നടത്തുന്നുണ്ടോ? കാരണം എന്താ, മദ്യത്തിന്റെ മുന്നിൽ വിജയം കൈവരിക്കാൻ എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വഴിത്താരയിലേക്ക് സ്വാഗതം. സമ്മതിച്ചിട്ടുണ്ട് 1ാമത്തെ പടിയിൽ തന്നെ. അപ്പോൾ മദ്യത്തിന്റെ മുന്നിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകുന്ന പോലെ തന്നെയാണ് എൻ്റെ ഭൂതകാലത്തിലുണ്ടായിരുന്ന അവശിഷ്ടങ്ങളെ ക്ലീനാക്കി ഇന്നത്തെ ദിവസത്തെ അതിനെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് പ്രസംഗമല്ലാത്ത പ്രവൃത്തി എന്നിൽ ഉണ്ടാകേണ്ടത് എന്ന വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് ഡേ പറയുന്നതിനോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.